ഡിയർ ഫ്രണ്ട്സ്. ഇപ്പം നമ്മുടെ നാട്ടിൽ മാങ്ങയുടെ സീസൺ അല്ലേ? മിക്കവാറും എല്ലാ വീടുകളിലും മാങ്ങയുടെ വെറൈറ്റി റെസിപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇന്ന് നമുക്കൊരു മാങ്ങ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 പച്ചമാങ്ങ എടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കാം. കുറച്ചധികം കുഞ്ഞുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും ഞാൻ എടുക്കുന്നുണ്ട്. ഫ്രഷ് കറി ലീവ്സ് എടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി വേണ്ടത് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആദ്യം മിക്സിയുടെ ചട്നി ജാറിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എരിവിനാവശ്യമായ പച്ചമുളക് ആഡ് ചെയ്യാം. മാങ്ങ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നു. ഇനി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഈ ചെറിയ ചട്നി ജാറിലേക്ക് ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് തേങ്ങ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നു. ബാക്കി തേങ്ങ നമുക്ക് സെക്കൻഡ് ട്രിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് ചുമന്ന മുളകൊരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കിപ്പം അരച്ചെടുക്കാം. സ്വല്പം പോലും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാതെ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഓവർ പേസ്റ്റി ആവരുത്, നേരിയതായിട്ട് ച്യൂ ചെയ്യാൻ കിട്ടണം. ആ ഒരു രീതിയിൽ വേണം ചമ്മന്തി അരച്ചെടുക്കാൻ. ഇത് ഞാൻ പറയുന്ന ഒരു രീതിയാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. സെക്കൻഡ് റൗണ്ട് അരച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കപ്പിലേക്ക് ആഡ് ചെയ്യുവാണേ. എന്തോരം ചമ്മന്തി വേണം അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ 1/2 തേങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ പച്ചമുളകിന് പകരം നമ്മുടെ കയ്യിൽ കാന്താരി മുളകുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. റോ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ചമ്മന്തി കൂടുതൽ ടേസ്റ്റി ആക്കും. സെക്കൻഡ് ട്രിപ്പും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് അരച്ചെടുക്കുമായിരുന്നെങ്കിൽ ഇനി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് 2 ട്രിപ്പായിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് തന്നെ ബൗളിലിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നല്ലതുപോലെ കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ ചമ്മന്തി സെർവ് ചെയ്യാൻ റെഡിയാണ്. ഈ ലഞ്ച് സീസണിൽ റൈസിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, ഈവൻ ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മാങ്ങാ ചമ്മന്തിയാണിത്. ഇഞ്ചിയും കുഞ്ഞുള്ളിയെല്ലാം കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡൈജഷനും ഇത് വളരെ നല്ലതാണ്. എല്ലാവർക്കും എൻ്റെ ഈ മാങ്ങാ ചമ്മന്തി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.